1925 വിജയദശമി ദിനത്തിലാണ് ഡോക്ടർ കെ.ബി. ഹെഡ്ഗേവാർ നാഗ്പൂരിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘം അഥവാ RSS സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ RSS മേധാവിമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുപ്രസംഗവും വിജയദശമി ദിനത്തിലേതാണ്. ഇക്കുറി വിജയദശമി ദിനത്തിൽ നിലവിലെ സർസംഘ് ചാലക് അഥവാ RSS മേധാവി മോഹൻ ഭാഗവത് നടത്തിയ പ്രഭാഷണം പല കാരണങ്ങൾ കൊണ്ടും ശ്രദ്ധേയമാണ്. ഒന്നാമത്തേത്, RSS ആഗ്രഹിച്ച പാതയിലാണ് ഇന്ത്യ എന്ന നമ്മുടെ രാഷ്ട്രം നീങ്ങുന്നത് എന്ന സർസംഘ് ചാലകിന്റെ തുറന്നുപറച്ചിലാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് RSS വിഭാവനം ചെയ്ത രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റുന്നതിൽ നരേന്ദ്രമോദി വിജയിച്ചിരിക്കുന്നു. രൂപീകരണ ശേഷം പ്രത്യയശാസ്ത്രപരമായും രാഷ്ട്രീയമായും RSS ഏറ്റവും ശക്തമായ കാലമാണ് ഇത് എന്ന് ആ സംഘടന തിരിച്ചറിയുന്നു. രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്ന് സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ മാത്രം സജീവമാകണമെന്നാണ് RSSന്റെ ഭരണഘടന പറയുന്നതെങ്കിലും 2024 പൊതു തിരഞ്ഞെടുപ്പിൽ BJPയെയും നരേന്ദ്രമോദിയെയും വിജയിപ്പിക്കുന്നതിനുള്ള ആഹ്വാനമായിരുന്നു സർസംഘ് ചാലകിന്റെ പ്രസംഗം. हमारा देश सब क्षेत्रों में आगे बढ़ रहा है, ये हम देख रहे हैं. आर्थिक स्थिति भी हमारी, हम 5वें नंबर पर 10वें से ऊपर उठकर आ गए इकोनॉमी. സർക്കാരുകൾക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്ന BJP സർക്കാരിനോട് തന്നെ ഏറ്റുമുട്ടുകയും ചെയ്യുന്ന RSSനെയാണ് മുമ്പ് രാജ്യം കണ്ടിട്ടുള്ളത്. ഉദാഹരണത്തിന് അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ നരസിംഹറാവുവിന്റെ സാമ്പത്തിക നയം പിന്തുടർന്ന് ഇൻഷുറൻസ് മേഖലയിൽ വിദേശ മുതൽമുടക്ക് നടത്താനും പേറ്റന്റ് നിയമം ഭേദഗതി ചെയ്യാനും തയ്യാറായപ്പോൾ അതിനെതിരെ മുന്നറിയിപ്പ് ദിനം പ്രഖ്യാപിച്ചതാണ് RSS. വിശ്വ ഹിന്ദു പരിഷത്ത്, സ്വദേശി ജാഗരൺ മഞ്ച്, BMS എന്നീ സംഘടനകളിലൂടെയും BJPയിലെ തന്നെ ചില ഉന്നത നേതാക്കളിലൂടെയും ഒക്കെ അന്നത്തെ സർസംഘ് ചാലക് KS സുദർശൻ തൊടുത്തുവിട്ട വിമർശനങ്ങൾ പലപ്പോഴും പ്രധാനമന്ത്രി വാജ്പേയിയുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്തും RCEP കരാർ അടക്കമുള്ള വിഷയങ്ങളിൽ RSS കേന്ദ്ര സർക്കാരിനെ പരസ്യമായി വിമർശിച്ചു. എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറി. നരേന്ദ്രമോദി സർക്കാരിന്റെ നയങ്ങളുടെ വക്താവായും പ്രചാരകനായും മാറിയ സർസംഘ് ചാലകനെയാണ് ഈ വിജയദശമി ദിവസം കണ്ടത്. എന്നുവെച്ചാൽ RSS ഹാപ്പിയാണ്. हमारे नेतृत्व के कारण भारत का एक विशिष्ट स्थान दुनिया के अग्रणी देशों में बन गया. इसको हमने अनुभव किया. ऐसा अभिनंदनीय कार्य हमारे सामने हुआ है. സംഘിന്റെ എക്കാലത്തെയും മുഖ്യ അജണ്ടയായ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം യാഥാർത്ഥ്യമാക്കിയതാണ് മോഹൻ ഭാഗവത് ചൂണ്ടിക്കാട്ടിയ പ്രധാന കാര്യം. രാമക്ഷേത്രം ഭാരതത്തിന്റെ മഹത്തായ പാരമ്പര്യത്തിന്റെയും കർത്തവ്യ ധർമ്മബോധങ്ങളുടെയും അടയാളമാണെന്ന് സർസംഘ് ചാലക് പറയുന്നു. അയോധ്യയിൽ പ്രതിഷ്ഠാകർമ്മം നടക്കുന്ന ജനുവരി 22 രാജ്യം വലിയ ആഘോഷമാക്കണമെന്നാണ് ആഹ്വാനം. അയോധ്യയിൽ എത്താനാവാത്തവർ വീടുകളിൽ ആ സമയത്ത് പൂജയും ആഘോഷങ്ങളും നടത്തണം എന്ന നിർദ്ദേശം വലിയൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റിനുള്ള ആഹ്വാനം കൂടിയാണ്. 1990-ൽ അയോധ്യയിലേക്ക് LK അദ്വാനി നടത്തിയ ഇന്ത്യൻ രാഷ്ട്രീയഗതിയെ എന്നേക്കുമായി മാറ്റിമറിച്ച, സമുദായങ്ങൾക്കിടയിൽ മായ്ക്കാനാവാത്ത മുറിവുണ്ടാക്കിയ രഥയാത്രാ രാഷ്ട്രീയവും പള്ളി തകർക്കലിന്റെ ഇരുണ്ട ദിനങ്ങളും 2024 പൊതു തിരഞ്ഞെടുപ്പിന് മുൻപ് വീണ്ടും ചർച്ചയാക്കാൻ RSS നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു. हमारे संविधान के पृष्ठ पर जिनका चित्र है वो हमारे राष्ट्रीय आदर्श भगवान राम, उनके बाल स्वरूप का रामलला का है 22 जनवरी को. സർസംഘ് ചാലകിന്റെ പ്രസംഗത്തിന് മറുപടി പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാര്യങ്ങളെ ചേർത്ത് വെച്ചത് രാമക്ഷേത്രത്തോടാണ്. ഭഗവാൻ ശ്രീരാമന്റെ വരവ് ആസന്നമായിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ ഭാഗ്യം ഉയരാൻ പോകുന്നത് രാംലല്ലയിൽ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്കൊപ്പമാണെന്ന് പ്രധാനമന്ത്രി. ചന്ദ്രയാൻ വിജയം, ഏഷ്യൻ ഗെയിംസിലെ 100 മെഡൽ നേട്ടം, വനിതാ സംവരണ ബിൽ, പുതിയ പാർലമെന്റ് മന്ദിരം, ഇതെല്ലാം ഭഗവാൻ ശ്രീരാമൻ വരുന്നതിന്റെ ശുഭസൂചനയാണെന്ന് പ്രധാനമന്ത്രി പറയുന്നത് കൃത്യമായ ധ്രുവീകരണം ലക്ഷ്യമിട്ടാണ്. ഭഗവാൻ ശ്രീരാമ ബസ് आने ही वाले. आज भारत चंद्रमा पर विजयी हुआ है. हम दुनिया की तीसरे सबसे बड़ी अर्थव्यवस्था बनने जा रहे हैं. इन सुखद क्षणों के बीच अयोध्या में राम मंदिर में प्रभु श्री राम विराजने जा रहे हैं. ഇനി സർസംഘ് ചാലകിന്റെ പ്രസംഗത്തിലേക്ക് മടങ്ങി വരാം. രാമക്ഷേത്രം മാത്രമാണോ RSSനെ സന്തോഷിപ്പിക്കുന്നത്? അല്ലേയല്ല. RSS ഈ കാലയളവിൽ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നുകൂടി നോക്കണം. പൌരത്വ നിയമം, ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയൽ, സാംസ്കാരിക വിദ്യാഭ്യാസം, ഉദാഹരണത്തിന് ഇന്ത്യ മായ്ച്ചു കളഞ്ഞ ഭാരതമാക്കൽ പോലുള്ളവ, മാധ്യമങ്ങളുടെ മേലുള്ള നിയന്ത്രണങ്ങൾ, സ്വാശ്രയ ഭാരതമെന്ന ആശയം. RSS നിശ്ചയിച്ച അജണ്ട കൃത്യമായി നടപ്പാക്കാൻ നരേന്ദ്രമോദി നയിക്കുന്ന BJPക്കാവുമ്പോൾ സർസംഘ് ചാലകിന് പുകഴ്ത്താതിരിക്കാനാവില്ല. ലോകത്തെല്ലായിടത്തും ജനങ്ങൾ തങ്ങളുടെ സ്വത്വാന്വേഷികളാവുമ്പോൾ ഹിന്ദു സമൂഹവും അങ്ങനെ ചിന്തിക്കുന്നത് സാധാരണമാണെന്നും മോഹൻ ഭാഗവത് പറയുന്നുണ്ട്. അടുത്തത് എന്താവണം എന്ന ചോദ്യവും കൂടി സർസംഘ് ചാലക് ഉയർത്തുന്നു. അവിടെയാണ് ശ്രദ്ധേയമായ അടുത്ത നിരീക്ഷണം. പല വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾ ഒരു രാജ്യത്ത് താമസിച്ചതുകൊണ്ട് യഥാർത്ഥ ഐക്യം ഉണ്ടാവില്ല എന്നാണ് RSS മേധാവി പറയുന്നത്. അതായത് ഹിന്ദു സ്വത്വബോധം എല്ലാവരിലും ഉണ്ടായാൽ മാത്രമേ രാഷ്ട്രത്തിന്റെ ഐക്യം സാധ്യമാവൂ. നമ്മൾ ഒരേ പൂർവികരുടെ പിൻഗാമികളും ഒരേ സംസ്കാരത്തിന്റെ പിന്തുടർച്ചക്കാരുമാണ് എന്ന് മറക്കരുതെന്ന് മോഹൻ ഭാഗവത് അടിവരയിട്ട് പറയുന്നു. विदेशी आक्रामताओं के कारण और भी कुछ आ गए, चलो रह गए हमारे यहाँ. हम सर्वसमावेशक है. हम सबके पूर्वज वही है, समान है. समान पूर्वजों का गौरव, उनके आदर्शों का अनुकरण. തീവ്രവാദം, ചൂഷണം, ഏകാധിപത്യം ഇവയെല്ലാം നേരിടാൻ ലോകമെന്ന് ഇന്ത്യയെ മാതൃകയാക്കുന്നെന്ന് അഭിമാനിക്കുന്ന RSS മേധാവി
ഇനി ഇതിനെല്ലാം തടസ്സം നിൽക്കുന്ന വഞ്ചകരെയും വിധ്വംസക ശക്തികളെയും കുറിച്ചും അവരെക്കുറിച്ച് പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചും പറയുന്നുണ്ട്. അവരാണ് കൾച്ചറൽ മാർക്സിസ്റ്റുകൾ. अभी एक नया नाम उनका चलता है दुनिया में, कल्चरल मार्क्सिस्ट या वोक, यानी जगे हुए वोकिज्म, ऐसे शब्द चलते हैं। माध्यमों को और अकादमियों में अपना वर्चस्व स्थापित कर उनका उपयोग करते हैं, देश की शिक्षा को भ्रष्ट करते हैं, देश के संस्कार को भ्रष्ट करते हैं, राजनीति, सामाजिक वातावरण, इन सबको भ्रम और भ्रष्टता का शिकार बनाते हैं. വിധ്വംസക ശക്തികളെക്കുറിച്ച് വോക്ക് എന്നാണ് RSS മേധാവി ഉപയോഗിക്കുന്ന പദം. ലോകത്തെല്ലായിടത്തും മനുഷ്യാവകാശങ്ങൾക്കും ജനാധിപത്യ അവകാശങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്ന, അക്രമങ്ങൾക്കും അസഹിഷ്ണുതയ്ക്കുമെതിരെ നിലകൊള്ളുന്നവരെയാണ് വോക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത്. അവർക്കെതിരെ ജാഗ്രത ഉണ്ടാവണമെന്നാണ് RSS മേധാവിയുടെ മുന്നറിയിപ്പ്.